സിജോ സാർ നമസ്കാരം. നമസ്കാരം. അമേരിക്കയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അമേരിക്ക ഇന്ത്യ ഭയപ്പെടുന്നു എന്നിവിടെയുള്ള കോൺഗ്രസ്സുകാർ ഒരുപാട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നരേന്ദ്രമോദി മുട്ടിലെഴിഞ്ഞു എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും വിവരമില്ലാത്തവരായതുകൊണ്ട് നമ്മളത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളുന്നു. ബട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരുപാട് ചെയ്തികൾ അത് നമുക്ക് ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതെ പോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ ഭീകരവാദം എന്ന് പറയുമ്പോൾ എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഈ ഭീകരവാദം വളർത്തുന്നത് ആരാണ്? അത് ഇസ്ലാമിക രാജ്യങ്ങൾ എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള സുഡാപ്പികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കയാണ് ഭീകരവാദം വളർത്തുന്നത് എന്നുള്ളത്. ഒരു എക്സ്റ്റെന്റ് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വാക്കുകളിലും എന്തെങ്കിലുമൊക്കെ സത്യമില്ലേ എന്ന് നമ്മൾ ഈ സുഡാപ്പികളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ അവരും ഭീകരവാദികളാണെന്നാണ് നമ്മുടെ വൈപ്പ്. അതുകൊണ്ടാണ് അവരുടെ വാക്ക് നമ്മൾ കേൾക്കാത്തത്. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഇപ്പോ ലോകത്ത് ഭീകരവാദം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത അമേരിക്കയ്ക്കില്ലേ? കാരണം ഭീകരവാദം ഉണ്ടായാൽ മാത്രമേ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പോവുകയുള്ളൂ. യുദ്ധത്തിലേക്ക് പോയാൽ മാത്രമേ അമേരിക്കയ്ക്ക് ആയുധ വിൽപ്പന സുഗമമായിട്ട് നടക്കുകയുള്ളൂ. നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധം വിറ്റ് സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. തങ്ങളുടെ സൂപ്പർ പവർ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഹിരോഷിമ നാഗസാക്കിയിൽ ഒരു ആറ്റം ബോംബ് കൂടെ അമേരിക്ക കൊണ്ടിട്ടു. അതിനുശേഷം അമേരിക്ക ലോകത്ത് ഇങ്ങനെ സൂപ്പർ പവർ ആണ്, ലോക പോലീസ് ആണെന്ന് ചമഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ വലിയ ദോസ്താണ് അമേരിക്ക. അത് നയതന്ത്രം, അത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അങ്ങോട്ട് പൊക്കോട്ടെ. പക്ഷെ എന്നിരുന്നാലും ഈ അമേരിക്കയ്ക്ക് ലോകത്ത് ഏഷ്യയിൽ ഒരു ഹോൾഡ് ഇല്ല എന്നുള്ളത് പരമമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ചൈനയും ഇന്ത്യയുമാണ് ഇനി ഇവിടെ വളർന്നു വരാൻ പോകുന്ന വലിയ ശക്തികൾ. അതിൽ തന്നെ ഇന്ത്യ. ഇപ്പോ മോഹൻലാലിന് ഒരു സൂപ്പർ ഹിറ്റ് പടം വേണമെങ്കിൽ അതൊരു കേക്ക് വാക്കാണ്, നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ മതി എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്ക് ഒരു സൂപ്പർ പവർ ആകണമെങ്കിൽ അതും ഒരു കേക്ക് വാക്കാണ്. കാരണം നമുക്ക് റിസോഴ്സസ് ഉണ്ട്, നമുക്ക് അതിനുള്ള തലയുണ്ട്, നമുക്ക് അതിന്റെ നേതൃത്വമാണ് ഇല്ലാതിരുന്നത്. ആ നേതൃത്വം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതോടുകൂടി വന്നു കഴിഞ്ഞു. 2014, 2013 കാലഘട്ടങ്ങളിൽ 639 കോടിയായിരുന്ന നമ്മുടെ ആയുധ കയറ്റുമതി ഇന്ന് എത്തി നിൽക്കുന്നത് 25,000 കോടിയിലാണ്. വെറും 10 വർഷത്തെ വളർച്ചയാണ്. 2014 നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ 25 വർഷം എനിക്ക് തരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കെന്ന് പറഞ്ഞാൽ BJP എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആക്കി ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. വെറും 10 കൊല്ലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയാണ്. ഇത് ട്രംപിന് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാന്റെ ജിയോ പൊളിറ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ബ്രെഡിന്റെ ഇടയിൽ ജാം എന്ന് പറയുന്നത് പോലെ എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷകൻ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ ഈ ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ രാജ്യത്തെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ചൈനയ്ക്കെതിരെ തിരിച്ചുവിടാം. ഭീകരവാദം വളർത്തി ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകുമ്പോൾ ഇന്ത്യയെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഈ രാജ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. നമ്മളിപ്പോ നടന്ന കാര്യങ്ങൾ തന്നെ നോക്കി നോക്കൂ. ഇപ്പോൾ ഈ ട്രംപ് ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുമ്പോഴും ട്രംപ് ഇപ്പോൾ GCC രാജ്യങ്ങളിൽ പോയിട്ട് ഭീകരവാദികൾക്ക് ഫണ്ട് കൊടുത്തിട്ടല്ലേ വന്നത്? പാകിസ്ഥാന് ഭീകരവാദികളല്ലേ? അപ്പൊ പാകിസ്ഥാൻ IMF വഴി ട്രംപ് ഫണ്ട് കൊടുത്തില്ലേ? എന്തുകൊണ്ടാണ് ട്രംപ് അങ്ങനെ ഫണ്ട് കൊടുത്തത്? പറയുമ്പോൾ ട്രംപ് പറയും, മോദിയുടെ ഫ്രണ്ടാണ് ഞാൻ. ഇഫ് പാകിസ്ഥാൻ അറ്റാക്സ് ഇന്ത്യ ഐ വിൽ ബി ദ ഫസ്റ്റ്. എന്തിനാണ്? ഇന്ത്യയെ പാകിസ്ഥാനെ കൊല്ലാനായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരുത്തൻ ഞാനായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ പറയുന്നതിൽ വിഷമമുണ്ട്, അലവലാതിയാണ് എന്നുള്ള പറയുന്നതിൽ വിഷമമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഇയാള് എന്താ പറയാ, തുർക്കിക്ക് ആയുധം കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തുർക്കിയെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുക തുർക്കിയെ. നമ്മൾ തുർക്കിയെ ബഹിഷ്കരിക്കുന്നു, തുർക്കിയിലെ വെഡിങ് ഡെസ്റ്റിനേഷൻ ക്യാൻസൽ ആക്കുന്നു, മാർബിൾ ബഹിഷ്കരിക്കുന്നു, ആപ്പിൾ ബഹിഷ്കരിക്കുന്നു, സെലിബിയെ പൂട്ടിക്കെട്ടുന്നു. എന്തിനു പറയുന്നു? സുമയ്യ ബറാട്ട എന്ന് പറയുന്ന നമ്മുടെ എൽദോഗന്റെ മകളെ വരെ തെറി പറയുകയാണ്, സുമയ്യ ബറാട്ട. അപ്പൊ ഈ ബറോട്ടർ ഡ്രോണുകൾ ഇവരുടെ കമ്പനിയാണോ? അല്ല, അവരുടെ ഭർത്താവിന്റെ കമ്പനി. അപ്പൊ ഇവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. അമേരിക്ക കൊടുക്കുകയാണ് പൈസ, നിങ്ങൾ ഉണ്ടാക്ക്, നിങ്ങൾ പാകിസ്ഥാന് കൊടുക്കങ്ങോട്ട്, നിങ്ങൾ അടിക്കട്ടെ, അവരെ അടിച്ച് ചാവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. എന്തിനു പറയുന്നു? വേറൊരു ഇൻസ്റ്റൻസ് പറയാം. സിറിയയില് കഴിഞ്ഞ ഒരു എന്താ പറയാ 6 മാസം മുമ്പ് ഒരു കൊടും ഭീകരനായിരുന്നു. നമ്മുടെ ഇവിടെ ജെയ്ഷെ മുഹമ്മദ് ഭീകരനായിട്ടുള്ള മസൂദ് അസറിനെയും ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പോലെ കൊടും ഭീകരൻ, അമേരിക്ക തലയ്ക്ക് $10 മില്യൺ വിലയിട്ടിരുന്ന മുഹമ്മദ് അൽ ജലാനി, അവനുമായിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ്. ഇന്ന് സിറിയ അവൻ പിടിച്ചു. 80,000 ആൾക്കാരെ ഒറ്റയടിക്ക് തട്ടിയിട്ട് അവൻ പിടിച്ചു. അവനുമായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് ഈ സുഡാപ്പികൾ പറയുന്ന ഒരു കാര്യമില്ലേ, അമേരിക്ക എന്ന് പറയുന്ന യവന്മാര് നമുക്കിട്ട് നമ്മൾ വളരുന്നതിൽ താല്പര്യമില്ലാതെ, നമ്മുടെ മാർക്കറ്റ് 140 കോടി ജനങ്ങളുടെ നമ്മുടെ മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വിനീത വിധേയരായിട്ട് നമ്മൾ പറയുന്ന കേട്ടിട്ട് നിൽക്കുന്നത്. ആ മാർക്കറ്റ് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ഭരണാധികാരി ഉള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്, അല്ലെ? ഇപ്പോ കൽപ്പന കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഡൊണാൾഡ് ട്രംപ് ഞാൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഇടപെട്ടിട്ടില്ല.
നമ്മൾ വിദേശകാര്യ സെക്രട്ടറിയെ കൊണ്ടും പറയിപ്പിച്ചു, രൺദീപ് ജയ്സ്വാളിനെ കൊണ്ടും ട്രംപിന്റെ പേര് പറഞ്ഞ് തന്നെ പറയിപ്പിച്ചു. ട്രംപ് ഇടപെട്ടിട്ടില്ല. ഉടനെ തന്നെ ട്രംപ് നമുക്ക് താരിഫ് സ്റ്റീലിന് അടിച്ചു തന്നു. ആപ്പിളിനോട് പറഞ്ഞു ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പുല്ല് വില കൊടുത്തില്ല. അപ്പോ അമേരിക്കയാണോ യഥാർത്ഥത്തിലുള്ള വില്ലൻ? അതാണ് എന്റെ ചോദ്യം. അമേരിക്ക വില്ലനാണ്. പക്ഷെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെക്കാളും അമേരിക്ക എന്ന രാജ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന, അല്ലെ കൂടുതൽ കാലം നിയന്ത്രിച്ച അവരുടെ ചില എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്. അതായത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഫാമിലീസുകൾ, അതായത് ബാങ്കേഴ്സ്, അതേപോലെ തന്നെ ഈ ആയുധ വ്യാപാരികൾ, അമേരിക്കയുടെ തന്നെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫണ്ട് ചെയ്തിരിക്കുന്ന കമ്പനികൾ, അങ്ങനെയുള്ള അത് അവരുടെ ഒരു സാമ്പത്തിക താല്പര്യത്തിന്റെ പേരിലാണ്. ഇപ്പം ധനുഷ് എന്നോട് ചോദിച്ചു, തുർക്കിക്ക് അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തുർക്കി ഇപ്പൊ ഒരു 20,000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക അമേരിക്കയുടെ. തുർക്കിയുടെ ശത്രു രാജ്യങ്ങൾ ആരൊക്കെയാണ് തുർക്കിയുടെ ശത്രു രാജ്യം? അർമേനിയ, ഇന്ത്യ, ഗ്രീസ്. അല്ലല്ല, ഇന്ത്യ എവിടെ കിടക്കുന്നു, തുർക്കി എവിടെ കിടക്കുന്നു. പക്ഷെ തുർക്കിക്ക് ഇവിടെ പോകാൻ. അപ്പൊ ഗ്രീസിനും അർമേനിയക്കും ആയുധം വിൽക്കുന്നവരാ നമ്മൾ. അപ്പൊ അമേരിക്ക 20,000 കോടി രൂപയുടെ ആയുധം തുർക്കിക്ക് വിൽക്കുമ്പോ നമ്മളൊരു ചുരുങ്ങിയതൊരു 15,000 കോടിയുടെ ആയുധമെങ്കിലും അർമേനിയക്കും ഗ്രീസിനും വിൽക്കാൻ ശ്രമിക്കൂലേ? നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പൊ ഇത് പിന്നെ ഈ മുസ്ലിംസിന്റെ ഇടയിലുള്ള മത തീവ്രവാദികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് സാധാരണ, അതായത് മോഡറേറ്റ് മുസ്ലിംസ് അല്ലെ, സാധാരണ ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത. ഇപ്പൊ ഞാനൊരു മതത്തിൽ ജനിച്ചു, അല്ലെ ധനുഷ് ഒരു മതത്തിൽ ജനിച്ചു. ആ മതത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് നേരെ ഒന്ന് സെലക്ട് ചെയ്യപ്പെട്ട് അങ്ങോട്ട് ഒന്ന് വീഴുന്നു, നമ്മുടെ ഏറ്റവും പുണ്യപ്പെട്ട സാധനം എന്ന് പറയുന്ന പോലെയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പഴയ കാലഘട്ടത്തില് ഏതൊരു മതങ്ങളിലും അവര് അവരുടെ ഗോത്ര സ്വഭാവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ നമ്മൾ പറയുന്നത് ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് യൂറോപ്പിലെ പേഗൻ ബിലീഫ്സിനെ ഒക്കെ കുന്തത്തെ കുത്തി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വിച്ച് ഹണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് കുറെയൊക്കെ പരിഷ്കാരങ്ങൾ ഉണ്ടായി. ഇപ്പൊ നമ്മൾ ആ വിച്ച് ഹണ്ടിന്റെ വേറൊരു രൂപം നിങ്ങൾക്ക് ഇന്ത്യയില് രാക്ഷസന്മാരെ കൊന്നെടുക്കുന്ന ആൾക്കാരിലൊക്കെ കാണും. അതിന് നമ്മളൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള വേറെ കഥകൾ ഉണ്ടാവാം. അതിന് നമ്മളത് തത്വചിന്താപരമായി പറയും. ചിലപ്പോൾ സ്റ്റിൽ നമുക്ക് ആ സമയത്തുള്ള ആൾക്കാര്, അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരുടെ ഒരു ശരീര പ്രകൃതിയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉപമിച്ചതായിട്ട് തോന്നാം. ചില ഗോത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ അത് തന്നെ വരാം. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയുള്ള എത്രയോ എന്നാ പറയുന്ന ഗോത്രങ്ങൾ, പലതരത്തിലുള്ള ഗോത്രങ്ങളുണ്ട്. അവരെ ഒരു മുസ്ലിം ഉമ്മത്ത് എന്നുള്ള പറഞ്ഞ ലോകം മൊത്തം ഒരു മതത്തിന്റെ ഒരു പേരിൽ ആ ഒരു രീതിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറെ പേരുണ്ടാവാം. പക്ഷെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത, എന്നാൽ മതവിശ്വാസികളായ, അതിന്റെ പുരാണങ്ങളിൽ അല്ല അങ്ങോട്ട് ചകഞ്ഞു പോകാത്ത, അല്ല ഈ 6-ാം നൂറ്റാണ്ടിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ലാത്ത ഇഷ്ടംപോലെ മുസ്ലിംസ് ഈ ലോകത്തുണ്ട്. മേ ബി ഒരു 60% അങ്ങനെ ആൾക്കാർ അവർ തന്നെ ആയിരിക്കാം. നിങ്ങളിപ്പോ തന്നെ നോക്കുക, സൗദി അറേബ്യയിലെ പുതിയ ഭരണാധികാരി, ആ രാജാവ് എത്ര തരത്തിലുള്ള മോഡറേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്തിന് ഇറാനിൽ തന്നെ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ പോയിന്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി നിങ്ങൾ നിങ്ങൾ ഈ സുഡാപ്പി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മത തീവ്ര ആശയങ്ങളുള്ള ആൾക്കാർ ശരിക്കും ഈ ലാർജർ ആയിട്ടുള്ള പോപ്പുലേഷൻ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ലാർജർ ആയിട്ടുള്ള പോപ്പുലേഷനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഗാസയില് ഇസ്രയേൽ ബോംബിടുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഗാസയിൽ ഇസ്രയേൽ ബോംബിടുന്നുണ്ട്. ഹമാസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇസ്രയേലിന് അവിടെ ബോംബിടാൻ പറ്റുന്നത്. ഹമാസ് ഇല്ല എന്ന് വിചാരിക്കുക. ഗാസയിൽ ഹമാസ് ഇല്ല. അവർക്ക് വെറുതെ ചെന്നിട്ട് സാധാരണ മനുഷ്യരെ കൊണ്ടെടുത്ത് ബോംബിടാൻ എന്ത് നരേറ്റീവ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? ഗാസയിൽ ഹമാസ് ഇല്ലെങ്കിൽ ചിലപ്പോ ഫലസ്തീൻ ഒരു തരി മണ്ണ് പോലും പിടിക്കാൻ ചിലപ്പോ ഇസ്രായേലിന് പറ്റില്ല. അങ്ങോട്ടേക്ക് കടന്നു കയറിയെന്ന് ലോകം പറയും. അതെ അതെ, അവിടെയാണ് പോയിന്റ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുമ്പോൾ ഈ കുറച്ച് ആൾക്കാർ വന്നത് അവിടെ ഇരുന്ന് ഒരു ക്രിസംഗി പറയുന്നു, അല്ലെ സംഘി പറയുന്നു, അല്ലെങ്കിൽ ദേണ്ട എക്സ് മുസ്ലിം പറയുന്നു, അല്ലെ മോഡറേറ്റ് മുസ്ലിം പറയുന്നു എന്നൊക്കെ പറയും. ഇതിന് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഏറ്റവും വലിയ വിശുദ്ധമായ മതങ്ങളൊന്നും ഇല്ല. പക്ഷെ പല മതങ്ങളും ഈ ആ ഒരു ഗോത്ര കാലഘട്ടങ്ങളിൽ നിന്ന് മാറി 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 വന്നു.
പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെമിറ്റിക് മതങ്ങൾ ഇന്ത്യയിലോട്ട് കടന്നു വന്നപ്പോൾ ഈ പറയുന്ന ഹിന്ദുയിസത്തിലൊക്കെ ഗോത്ര കോൺസെപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഭയങ്കര ജാതി സ്പിരിറ്റ് ഉണ്ടെന്നൊക്കെ ആ നരേറ്റീവ് അവർ വീണ്ടും ബിൽഡ് ചെയ്തെടുത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ താമസിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഒരാള് പ്രസംഗിക്കുന്നത് കേട്ടോ. അതായത് തിരുവനന്തപുരത്തിന്റെ ആ സമയത്ത് നമ്മൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഈ പറയുന്ന ബ്രാഹ്മണരൊന്നും ആയിരുന്നില്ല പണ്ട് കാലത്ത് തിരുവനന്തപുരം ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ പുലയ സമുദായത്തിലും അങ്ങനെയൊക്കെ പെട്ട, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഉം. ജാതി ശൃംഖലയുടെ താഴെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഈ ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്തിന് കാസർഗോഡും പല ഭാഗങ്ങളിലുമായിട്ട്. ശരിക്കും ഈ ഹിന്ദുയിസത്തിൽ ആ ജാതിയുടെ ഒരു കോൺസെപ്റ്റ് അത്രമാത്രം തീവ്രമായിരുന്നു ആ വരുത്തി തീർക്കുന്നതും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് അംബേദ്കർ അടക്കം പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മിലിറ്ററി ആയിട്ട് അവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ജാതീയമായ ഇത് അവർ യൂട്ടിലൈസ് ചെയ്യുകയും ദളിതരെ പരമാവധി ബ്രിട്ടീഷ് ആർമിയിലോട്ട് അല്ല, ഈ ബ്രിട്ടീഷുകാർ അലോക്കേറ്റ് ചെയ്തു ചെയ്യുകയൊക്കെ വെച്ചിട്ട് പോയ ചെയ്തിട്ടാണ്. കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ബ്രിട്ടീഷുകാർ ചെയ്തു. ഇപ്പം ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് പോലും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റും അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണെന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? സി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, നമ്മളൊരു സ്വയം നമ്മള് നമ്മളെ ഒരാൾ പറ്റിക്കണമെങ്കിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കണം ധനുഷേ. അതായത് അതെ. നമുക്ക് അറിയാം ഇവരെല്ലാം എന്റെ സഹോദരന്മാരാണ്, ഞാനും ഇവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഈ മലയാളിയായിട്ടുള്ള ഈ വേറൊരു മലയാളി ഞാനും ധനുഷും തമ്മിൽ എന്ത് വ്യത്യാസമുള്ള, മതത്തിലൊക്കെ പല വ്യത്യാസം ഉണ്ടാവും. അതിന്റെ അപ്പുറം നമ്മുടെ ടാലന്റ് ആണ് ആൾക്കാരെ പലതരത്തിലും പല സ്ഥലത്തും ഇരുത്തുന്നത്. ധനുഷിന്റെ കഴിവ് യെസ്. ധനുഷിനെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാക്കി ഇരുത്തുന്നു ഈ പറയുന്ന മേഖലകളിൽ, മാധ്യമ മേഖലയിൽ. ഞാനാണെങ്കിൽ വേറൊരു മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെ, ഓരോ മനുഷ്യർക്കും ഓരോ സ്കില്ലുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ ഈ ഇപ്പം ഒരാൾ വന്ന് നമ്മുടെ ഇടയ്ക്ക് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അങ്ങനെ പറ്റില്ല. അല്ല, അതിന് നിന്നു കൊടുക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിയാണ്. അത് നമ്മുടെ തന്നെ ബുദ്ധിയെ വേണം. അതിപ്പോ നമ്മൾ വേറൊരാളെ കുറ്റം പറയുന്നതിന് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇപ്പം ഈ പറയുന്ന മേഖലകളിലെല്ലാം ഈ അമേരിക്കനെ പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഗ്ലോബലിസ്റ്റുകൾ ഈ മത തീവ്രവാദികളെ ഉണ്ടാക്കുന്നതും മതപരിവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ഫണ്ട് ചെയ്യുന്ന ഒന്നും മതം വളർത്താനോ മതം നന്നാക്കാനോ ഒന്നുമല്ല. അത് വാഴ നടുമ്പോ അതിന്റെ ചോട്ടിൽ കുറച്ച് ചീരയും കൂടെ നടുന്നു. അതായത് വാഴ നനച്ച് അതിന്റെ കായ എടുക്കുന്നത് ഈ പറയുന്ന ഗ്ലോബൽ ആയിട്ടുള്ള ഈ പറയുന്ന ഗ്ലോബലിസ്റ്റുകളായിരിക്കും. പക്ഷെ അതിന്റെ ചുവട്ടിലുള്ള ചീരയുടെ വിളവെടുക്കുന്നത് ഈ മത തീവ്രവാദികളും മതപരിവർത്തനം അങ്ങനത്തെ ഗ്രൂപ്പുകളും, അല്ലെങ്കിൽ മതരാഷ്ട്രവും അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള അജണ്ടകളുള്ളവരും ആയിരിക്കും എന്നുള്ളൂ. രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ലാർജർ ബെനിഫിറ്റ് ആർക്കാ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലോബലിസ്റ്റുകൾക്ക് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോടല്ല നമ്മൾ എതിർപ്പ് കാണിക്കേണ്ടത്. ഈ എതിർപ്പ് കാണിക്കേണ്ടത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ ഉപയോഗിച്ച് ഈ ലോകം മൊത്തം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അവരുടേതായ പല ആൾക്കാരും ഭാരതത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. എന്തുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളുടെ ആൾക്കാരെ പലരെയും ലോകം മൊത്തം വിടാനുള്ള ഒരു ശക്തി നരേന്ദ്രമോദിക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. നമ്മളെ ഇവരൊക്കെ എന്ത് വിചാരിച്ചാലും തൽക്കാലം തളർത്താൻ പറ്റൂല. പണ്ട് പറയായിരുന്നു ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്ന് പറയായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യത്തിൽ മാറി വരുന്ന ഗ്ലോബൽ ഓർഡറിന്റെ ഭാഗമായിട്ട് ഭാരതത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പം ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു നോക്കും, നമ്മളെ ആൾക്കാർ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിലോട്ട് ആൾക്കാർ കൂടുതലായിട്ട് എത്തുന്നുണ്ടെങ്കിലും നമുക്കൊരു റെലവൻസ് ഉണ്ട്. അപ്പൊ ഈ Yeah. പറയുന്ന ഈ അമേരിക്കയുടെ ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സ്റ്റേജുകൾ ആയുധ വിൽപ്പനയില് അമേരിക്കക്ക് കൗണ്ടർ ആയിട്ട് ഇന്ത്യ വരുന്നുണ്ട്. അതേപോലെ ഉം. തന്നെ ഗ്ലോബൽ കറൻസി എന്ന നിലയിൽ എന്നാ ഈ പറയുന്ന നമ്മൾ ഈ ലോക്കൽ കറൻസിയിൽ ഡീൽ ചെയ്യുമ്പോൾ അത് അമേരിക്കൻ ഡോളറിന് മേൽ പ്രഷർ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പൊ കുറച്ച് ഞാൻ പറഞ്ഞ നാവിക് സിസ്റ്റം ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ നമ്മൾ പറയാലോ, പണ്ട് കാർഗിൽ നടക്കുന്ന സമയത്ത് അമേരിക്കക്കാരോട് ചോദിച്ചു നമുക്ക് നിങ്ങളുടെ GPS ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് തരുമോ, അവർ തന്നില്ല. നമ്മൾ അതിന് പകരം നാവിക് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടാക്കി. ഇപ്പൊ നമ്മളെല്ലാം പറയുന്നില്ലേ, പാകിസ്ഥാനിലെ ആ ഹാഫിസ് സയ്യിദിന്റെ ആ തീവ്രവാദ ക്യാമ്പിന്റെ ഒത്ത നടുക്ക് നമ്മൾ ബോംബിട്ടു, അതിന്റെ ഒരു മതിൽ വരെയും പോയില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അത്രയും നാവിഗേഷൻ ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രിസൈസ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെന്നാണ്.
അത് അമേരിക്കയ്ക്ക് പറ്റൂല. പണ്ട് ധനുഷ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകൾ, അല്ലെങ്കിൽ അമേരിക്കൻ അതായത് വിദേശത്തുള്ള ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും ഉം. വിദേശ ബാങ്കുകളും കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. അവരൊക്കെ എവിടെ പോയി ഇപ്പൊ നമ്മുടെ UPI അല്ലെങ്കിൽ എന്നാ ഭീം റുപേ കാർഡ്, പലതരത്തിലുള്ള ആപ്പ് ഇപ്പൊ ഉണ്ട്. റുപേ പക്ഷെ കാർഡ്. എന്നാലും അത് നമ്മൾ റുപേ കാർഡ് ഉണ്ട്. ഈ നിങ്ങളിപ്പോ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പണ്ട് ഡോളറുമായിട്ട് വേണം സോറി ഗൾഫ് രാഷ്ട്രങ്ങളിലോ സിംഗപ്പൂരോ മലേഷ്യയിലോ ശ്രീലങ്കയിലോ പോകാൻ. ഇപ്പൊ നിങ്ങളോട് ഉം. ആരെങ്കിലും ഡോളർ ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഉം. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ റഷ്യയിൽ നിന്ന് നമ്മൾ S-400 വാങ്ങിച്ചു. അമേരിക്കക്കാർക്ക് അറിയാം S-400 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഡ്രോണുകളെയും ചെറിയ മിസൈലുകളെല്ലാം അടിക്കാൻ തുടങ്ങിയാൽ നമുക്കത് മുതലാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? S-400 ആകാശ് അതേപോലത്തെ ഡ്രോൺ സിസ്റ്റംസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തു. AI Yeah. ഉപയോഗിച്ചിട്ട് സെലക്റ്റീവ് ആയിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളുടെ റഷ്യക്കാർ ഉപയോഗിക്കുന്നതിനേക്കാളും മെച്ചമായ തരത്തിൽ S-400 നമ്മൾ ഉപയോഗിച്ച് കാണിച്ചു. മാത്രമല്ല റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മളോട് സഹകരിക്കുകയും S-400 S-500 ഒക്കെ ഇന്ത്യ തന്നെ നിർമ്മിക്കാച്ചോളാം എന്നുള്ള രീതിയിലുള്ള കരാറുകൾ വരാൻ തുടങ്ങി. അതേപോലെ നമ്മൾ ഇവരുടെ ഓയിലിന് മേലുള്ള അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞില്ലേ അമേരിക്കയോട് പോയി പണി നോക്ക്, ഞങ്ങൾ സൗകര്യമുള്ള പോലെ ചെയ്യും, ട്രംപ് അല്ല നമ്മുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് നമുക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? പണ്ട് പറയാൻ പറ്റില്ലായിരുന്നു, ഇപ്പൊ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? നമുക്ക് അവിടെ ഒരു എന്തെങ്കിലും ഒരു വാല്യൂ ഇല്ലാതെ നമുക്കത് പറയാൻ പറ്റില്ല. നമ്മൾ ആ വാല്യൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം അമേരിക്കയ്ക്ക് നമ്മളെ ആവശ്യമുണ്ട്. നമുക്ക് ഉം. ആവശ്യമുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ബാർഗെയിനിങ് ടൂൾ ഇല്ലെങ്കിൽ എന്റെ ബാർഗെയിനിങ്ങിന് അവിടെ വിലയില്ല. എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. ഒരാളുടെ അടുത്ത് അതെ, അതെ, ബാർഗെയിൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ അതെ. അതേപോലെ തന്നെ ഈ ഇത് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിക്ക് അമേരിക്ക ആയുധം വെക്കുന്നു, അത് അവരുടെ കച്ചവടം നടക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യ അർമേനിയക്ക് കൊടുക്കുന്നു. ചൈന റഷ്യയിൽ നിന്ന് S-400 വാങ്ങിച്ചു വെച്ച ചൈനയാണ് അവരുടെ തല്ലിപ്പൊളി സാധനം ആർക്ക് വിൽക്കുന്നത്? പാകിസ്ഥാന് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ചൈനയുടെ സിസ്റ്റം എത്ര ടോപ്പ് ആണെങ്കിൽ ചൈനയ്ക്ക് എന്തിനാ S-400? ചൈനയുടെ സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ മിസൈൽസിനൊക്കെ അടിച്ചപ്പോൾ ഉം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇന്ത്യ ഒരു മൾട്ടി പോളർ ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഡറിലോട്ടാണ് അടുത്ത ഒരു 30 വർഷത്തോളം മിനിമം ലോകം പോകുന്നത്. ഈ വേൾഡ് ഓർഡറിൽ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യക്കും അമേരിക്കയ്ക്കും ഒരു സ്റ്റേ ഉണ്ട്. ഇവര് തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് 100% ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഉം. പറയുന്നു അമേരിക്ക അതായത് ഇപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു പവർ ബാലൻസ് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിയിട്ടില്ല. അതായത് നിലവിലുള്ള ഒരു ഗ്ലോബൽ ഓർഡർ മാറിയിട്ട് നമ്മുടെ ഒരു വെയിറ്റേജ് എത്രയാണെന്നുള്ളത് നമ്മുടെ ബാർഗെയിനിങ് അനുസരിച്ചാണ് നമുക്ക് വില കിട്ടുക. അതായത് റഷ്യ ഇന്ത്യയും ഡീകപ്പിൾ ചെയ്യുന്നില്ല, അവര് നമ്മൾ ഒരുമിച്ച് നിൽക്കും. റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കുന്നത്രയും കാലത്തോളം നമ്മളെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്കും പറ്റില്ല, ചൈനയ്ക്കും പറ്റില്ല, വേറൊരു രാജ്യത്തിനും പറ്റില്ല. കാരണം എന്താ? ഉം. റഷ്യയുടെ മിലിറ്ററി ടെക്നോളജി നമ്മുടെ മാർക്കറ്റ്, പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ബാക്കി ആയുധങ്ങളുടെ ഒരു സിസ്റ്റംസ് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ നാസയിലൊക്കെ അധികവും 25-30% ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ISROയിൽ അമേരിക്കക്കാരന്റെയും ചൈനക്കാരന്റെയും അല്ലെങ്കിൽ ഫ്രാൻസുകാരന്റെ ഒന്നും സയന്റിസ്റ്റ് ഇല്ല, മുഴുവൻ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പം അമേരിക്കന്റെ നാസയ്ക്കൊപ്പം നിൽക്കുന്ന അല്ല അവിടെയുള്ള ഇന്ത്യൻ സയന്റിസ്റ്റുകൾ ഇന്ത്യക്കാരെ സയന്റിസ്റ്റുകളോടൊപ്പം പോലും ഇവിടെയുള്ള ISROയിലൊന്നും വേറെ ഒരു രാജ്യത്തിന്റെയും ഒരു എക്സ്പേർട്ടീസ് വന്ന് ഇവിടെ നിൽക്കാതെ നമ്മൾ ഇത്ര അച്ചീവ് ചെയ്യുന്നില്ലേ? ഇപ്പൊ തന്നെ നോക്കൂ, ഇന്ത്യയുടെ ഡ്രോൺസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ DRDO ഉണ്ടാക്കിയ വെപ്പൺസ്, ഈ ആകാശത്ത് പറഞ്ഞ സിസ്റ്റം ഒക്കെ എത്ര തരത്തിലാണെന്നോ പല രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വേറൊരു ലെവലിലോട്ട് പോവാണ്. വേറൊരു ലെവലിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരു ബാർഗെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിരുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണോ വലുത് നീയാണോ വലുത്, എന്റെ ഏരിയ എന്താണ്. ഇപ്പം ഇതിൽ ഞാനത് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൃഗങ്ങളുടെ ഒരു ബൗണ്ടറി ഉണ്ട്. അതായത് സിംഹങ്ങള് അല്ലെങ്കിൽ കടുവകള് ഉം. അവരുടെ ഒരു ബൗണ്ടറി ലൈൻ അവർ സെറ്റ് ചെയ്യും. ബൗണ്ടറി ലൈൻ സെറ്റ് ചെയ്യുന്നത് അവരെ ഫൈറ്റ് ചെയ്യാനുള്ള സ്കിൽസ് അനുസരിച്ചാണ്. അതേപോലെ തന്നെയാണ് ഈ 4 രാജ്യങ്ങളും തമ്മിൽ ഇപ്പൊ നടക്കുന്ന വടംവലിയെ ഞാൻ കാണുന്നത്. അതായത് ഇപ്പൊ ഒരു സിംഹം ഉണ്ടെങ്കിൽ ആ സിംഹം അവൻ ഇത്ര സ്ക്വയർ കിലോമീറ്റർ ഏരിയ അവൻ്റെതായിട്ട് അവൻ എങ്ങനെയാണ് വെക്കുക? അവന്റെ ഏരിയ വരുന്നവനെ എല്ലാവരും അടിക്കും. വേറെ അതെ. സിംഹങ്ങളെ അടിക്കും, വേറെ മൃഗങ്ങളെ അടിച്ച് അവന്റെ കൺട്രോളിൽ വെക്കും. അമേരിക്കയും അതാണ് ചെയ്യുന്നത്, ഇന്ത്യ അതാണ് ചെയ്യുന്നത്, റഷ്യ അതാണ് ചെയ്യുന്നത്, ചൈന അതാണ് ചെയ്യുന്നത്. ഈ 4 ശക്തികൾ അവരുടെ ഏരിയ
അവരുടെ ഒരു ഫീൽഡ് അവർ ക്ലിയർ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നമ്മളിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിസ്റ്റംസ് എന്താണ് ചെയ്യുന്നത്, അതായത് അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ രാജ്യങ്ങളും നമ്മുടെ കൂടെ ചേരുവാണ് എന്നൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ബലൂചിസ്ഥാനെ ഇന്ത്യയുടെ സംസ്ഥാനമാക്കണമെന്നല്ല എന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾ എന്നാ രാമായണത്തിന്റെ അകത്തും ഈ ഏറ്റവും അവസാനം അശ്വമേധത്തിന് വിടുന്നുണ്ട് ആരെ, രാമൻ അദ്ദേഹത്തിന്റെ കുതിരേനെ കുതിരയെ അശ്വമേധത്തിന് വിടുന്നുണ്ട്. ആ കുതിര ഓടുന്ന അശ്വമേധത്തിന് സ്ഥലങ്ങളെല്ലാം വിടുന്നത് രാമന് സ്വന്തമാണ്. അങ്ങനെയല്ല. ആ ഓടുന്ന ഉം. സ്ഥലങ്ങളിലെല്ലാം രാമന്റെ അധീശത്വം അല്ലെ, രാമൻ എന്ന് പറയുന്ന രാജാവിന്റെ രഘുവംശത്തിലല്ലേ പെടുന്നത്, രഘുവംശത്തിൽ പിറന്ന അതെ അതെ. ആ രാജാവിന്റെ ആ ചക്രവർത്തിക്ക് കപ്പം കൊടുത്തോ ചക്രവർത്തി പറയുന്നത് അനുസരിച്ചോ അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ഒരിക്കലും നമ്മൾ ഇടപെടില്ല. അതായത് ഈ പറയുന്ന ഉം. ചക്രവർത്തി സിസ്റ്റത്തിന്റെ അകത്ത് വേറെ സാമന്ത രാജ്യങ്ങളുണ്ട്, വേറെ രാജ്യങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. നിങ്ങൾ തന്നെ ഉം. ശ്രദ്ധിച്ചു നോക്കും, മഹാഭാരത യുദ്ധത്തിലാണേലും എന്തോരം രാജാക്കന്മാരാണ് പാണ്ഡവന്മാരുടെ കൂടെയും കൗരവന്മാരുടെ കൂടെയും യുദ്ധത്തിന് വന്നത് പരസ്പരം. അതെ മനസ്സിലായില്ലേ? അതെ. അതായത് നമ്മുടെ ഒരു അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ബലൂചിസ്ഥാൻ ഒരു രാജ്യമായിട്ടുണ്ടാവും, പിന്നെ ചിലപ്പോ സിന്ധ് ഒരു രാജ്യമായിട്ടുണ്ടാവും, ഭൂട്ടാൻ ഒരു രാജ്യമായിട്ടുണ്ടാവും, ശ്രീലങ്ക ഉണ്ടാവും. പക്ഷെ ഈ ചക്രവർത്തി ആര് എന്നുള്ളതാണ്. ഈ ഭാരതം എന്ന് പറയുന്ന ചക്രവർത്തിയുടെ താല്പര്യങ്ങൾക്കെതിരെ പോകാത്ത സാമന്ത ഉം. രാജ്യങ്ങള് ഇന്ത്യൻ സബ് കോണ്ടിനെന്റുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കോ, പണ്ട് ചോളന്മാര് പിടിച്ച സിംഗപ്പൂര് വരെ, ചോളന്മാര് ഉം. പിടിച്ച സിംഗപ്പൂര്, മലേഷ്യന്റെ ആ ഒരു ഏരിയ മൊത്തം അത് നമ്മുടെ സാമന്ത രാജ്യം. സാമന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് നമ്മുടെ അടിമകളൊന്നും അല്ല. പക്ഷെ ഉം. നമ്മുടെ ഇൻട്രസ്റ്റിൽ ഇതിരെ പോവില്ല. നമുക്ക് ചില ഓക്കെ. കാര്യങ്ങൾ നമ്മുടെ അവർ അംഗീകരിക്കും. ഇപ്പുറത്തെ ബലൂചിസ്ഥാൻ വരെയും നമ്മൾ പോകുന്നു. ഈ പറയുന്ന പേർഷ്യ എന്നൊക്കെ പറയുന്ന വേറെ പവറാണ്. അപ്പൊ ഈ ഒരു ഉം. ഒരു സിസ്റ്റമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നത്. അത് എന്റെ ആ ഒരു സ്റ്റോൺ കുറച്ചുകൊണ്ട് വരിക. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ബലൂചിസ്ഥാൻ വരുമ്പോൾ അമേരിക്കയുടെ കയ്യിലാണ് ഈ പാകിസ്ഥാൻ ഇരുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ റെലവൻസ് നഷ്ടപ്പെടുവാണ്. അതായത് ഇന്ത്യ ശക്തമാകുമ്പോൾ ഈ മേഖലയിൽ നമ്മുടെ ബഫർ സോണിൽ നമ്മുടെ സാമന്ത രാജ്യങ്ങളായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഉം. അമേരിക്കയ്ക്ക് വന്നിട്ട് പാകിസ്ഥാനെ പഴയ പോലെ കൺട്രോൾ ചെയ്താൽ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ എവിടെ ഉം. സമ്മതിക്കില്ല? നമ്മൾ റഷ്യക്കും അമേരിക്കയ്ക്കും തമ്മിലുള്ള ബാർഗൈനിന്റെ ഇടയ്ക്ക് നമ്മൾ പോയി കയറും. ഉം. ചൈനയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളും അമേരിക്കയും തമ്മിലുള്ള തായ്വാന് വേണ്ടി തമ്മിലടിക്കുമ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് കയറില്ല. ഇതെല്ലാം ഒരു എന്നാ പറയുന്ന ആ ഒരു സിസ്റ്റം അവരുടെ ഏരിയ ക്ലിയർ ചെയ്ത് അവരവിടെ നിൽക്കും. ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അമേരിക്ക സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് നമ്മളോട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു മന്ത്രി വന്നിട്ട് പാകിസ്ഥാനി വന്നിട്ടുണ്ട്. ഈ ഉം. ഇംഗ്ലണ്ടിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അവര് മിലിറ്ററി ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പഴയ ഗ്ലോബൽ ഓർഡറിന്റെ ആൾക്കാർ ഇപ്പോഴും ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഉം. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി തന്നെയാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പം കളം മാറ്റി ചവിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഉം. അടുത്ത ഒരു 20-30 വർഷത്തോളം ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ഇന്റേണലി ഉള്ള പൊളിറ്റിക്സ് വെച്ച് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഉള്ളത് ഡെമോഗ്രഫി മാറ്റിയും പിന്നെ അവരതിനുള്ള വിത്തുകൾ പലയിടത്തും ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഏത് കാലത്ത് നമ്മൾ കൗണ്ടർ ചെയ്യുമെന്ന് മാത്രമേ ബാക്കി അറിയാവുള്ളൂ. പക്ഷെ നെക്സ്റ്റ് ഒരു 20-25 ഇയേഴ്സ് എനിക്ക് തോന്നുന്നില്ല അതൊന്നും നടക്കാൻ പോകുന്നുണ്ട്. മീൻസ് അവരെത്ര ട്രൈ ചെയ്താലും നമ്മളിപ്പോ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഏരിയ നമ്മുടെ ബൗണ്ടറി നമ്മുടേതായിരിക്കും, അത് നമ്മൾ ക്ലിയർ ചെയ്ത് നിർത്തും എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പരസ്പരം ഉള്ള ബാർഗൈനിങ് ആണ് നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ശത്രുവൊന്നുമല്ല. എന്തിന് ചൈന വരെ, അതായത് ടിബറ്റ് ഇല്ലെങ്കിൽ, അതായത് ടിബറ്റിനെ ചൈന ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷമാണ് ഇന്ത്യയും ചൈനയായിട്ട് ഒരു അതിർത്തി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ടിബറ്റ് എന്ന് പറഞ്ഞ ഒരു ബഫർ സോൺ ഇതിന്റെ ഇടയ്ക്കുണ്ട്. ഈ പറയുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ പഴയ കാലഘട്ടത്തിൽ യുദ്ധത്തിനൊന്നും പോകാതിരുന്നത്. ആ കാലഘട്ടത്തിൽ ടിബറ്റും ചൈനയുടെ ആയിരുന്നെങ്കിൽ ഇന്ത്യയും ടിബറ്റും തമ്മിൽ യുദ്ധത്തിന്റെ ആവശ്യം വന്നേനെ. ഇപ്പൊ ഉം. നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട്, നമ്മൾ സിന്ധു നദി അല്ലെങ്കിൽ ഈ പറയുന്ന കരാറുകളെല്ലാം റദ്ദാക്കിയല്ലോ, അപ്പൊ നമ്മൾ വെള്ളം പാകിസ്ഥാൻ കൊടുത്തില്ല, ബ്രഹ്മപുത്ര എന്നുള്ള വെള്ളം മൊത്തം ചൈന നമുക്ക് തരാതിരുന്നാലോ, ചൈനയിൽ നല്ല ബ്രഹ്മപുത്ര വരുന്നത്.
ഈ ഉം. ചൈനയുടെ ഒരു മെയിൻ നദിയായിട്ടുള്ള ഇതിൽ നിന്ന് ബ്രഹ്മപുത്രയിലോട്ട് വെള്ളം വരുന്നുണ്ട്. അത് ഒരു മെയിൻ നദിയിൽ നിന്ന് വരുന്നത് വെറും ബ്രഹ്മപുത്രയിലെ ടോട്ടൽ വാട്ടറിന്റെ 11% ആണ്. വേറെ ഒന്നോ രണ്ടോ നദിയിൽ നിന്ന് വരുന്ന ഏകദേശം ചൈനയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വാട്ടറിന്റെ ഫ്ലോ ടോട്ടൽ ബ്രഹ്മപുത്രയിലുള്ള വാട്ടറിന്റെ ഏകദേശം 20 to 25% മാത്രമാണ്. ബാക്കി അധികവും ഈ അരുണാചൽ പ്രദേശിൽ നിന്നാണ് അതിൽ നിന്നുള്ള കുറെ നദികളിൽ നിന്നാണ് ഈ ബ്രഹ്മപുത്രയുടെ വാട്ടറിന്റെ സോഴ്സ് അധികമായിട്ട് വരിക. അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ ചൈന സൗത്ത് ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉം. അവർക്കറിയാം ബ്രഹ്മപുത്ര അവരവിടെ ബ്ലോക്ക് ചെയ്താലും ഇല്ലേലും ഈ പറയുന്ന ഈ നദിയിൽ ഈ പറയുന്നത്ര വെള്ളക്കുറവൊന്നും നമ്മുടെ അടുത്ത് വരുത്താൻ അവർക്ക് പറ്റില്ല. പക്ഷെ ഈ സിന്ധു നദി കരാറിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്ന രണ്ട് നദികള് ഈ ഭാരതത്തിൽ നിന്ന് പ്യൂറായിട്ട് ഇന്ത്യന്റെ ടെറിട്ടറിക്കുള്ളിൽ നിന്ന് മാത്രമായിട്ട് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പം ചില ആൾക്കാർ നമ്മളോട് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കും, നിങ്ങൾ അത് വാട്ടർ ബ്ലോക്ക് ചെയ്യുമ്പോൾ ചൈന ഇപ്പുറത്ത് ബ്ലോക്ക് ചെയ്യില്ലേ? അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഈ ഏതൊക്കെ നദികളാ ചൈനയിൽ നിന്ന് വരുന്നത്, അതിൽ എത്ര TMC വെള്ളം വരുന്നുണ്ട്, ഈ അരുണാചലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദികളിൽ എത്ര TMC ഉണ്ട്, ഈ ബ്രഹ്മപുത്രയുടെ വാട്ടർ ഒന്ന് നിങ്ങൾക്ക് അവൈലബിൾ അല്ലേ, പഠിച്ചു നോക്ക്. വെറുതെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും നമ്മുടെ രാജ്യം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഇപ്പം ഈ ഓപ്പറേഷൻ ഇത് വന്നില്ലേ, സിന്ധൂർ. സിന്ദൂർ വന്നില്ലേ? സിന്ദൂർ വന്ന സമയത്ത് എത്ര ഒരു വൺ സൈഡഡ് ആയിട്ട് അടിച്ചു കളഞ്ഞില്ലേ? ഇതൊക്കെ അതെ. ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈ ഉം. അടിച്ചു കളയുന്ന രീതി കണ്ടപ്പോ തന്നെയാണ് അമേരിക്കക്ക് കുരു പൊട്ടിയത്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. നമ്മുടെ ഉം. മിലിറ്ററി ടെക്നോളജി ഇപ്പൊ ധനുഷ് പറഞ്ഞില്ലേ, ഇപ്പം 3668 കോടിയിൽ നിന്ന് 25,000 കോടിയായെന്ന്. ഞാൻ അതെ. പറയുന്നു ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം കോടി 1.5 ലക്ഷം കോടിയുടെ ആയുധ വ്യാപാരം ഇന്ത്യ നടത്തും. അതൊക്കെ ആരുടെ പോക്കറ്റിൽ നിന്നാ പോവാ? അമേരിക്കക്ക് കിട്ടേണ്ട കുറെ ഇത് അമേരിക്കന്റെ F-16 അടിച്ചു കളഞ്ഞിട്ടുണ്ട്, ഉം. ചൈനയുടെ ആയുധങ്ങൾ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതൊരു ബിസിനസ് ആണ്. നമ്മളെ പൂർണ്ണമായിട്ട് പണക്കിക്കൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അമേരിക്ക ഇന്ത്യ ആയിട്ടുള്ള ശത്രുത എപ്പോഴാ വരുവാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് പ്രോബ്ലി 2 വർഷം കഴിയുമ്പോൾ അമേരിക്ക വീണ്ടും ഇലക്ഷൻ വരും. ആ സമയത്ത് ഡെമോക്രാറ്റ്സ് വന്നു കഴിഞ്ഞാൽ പഴയ പരിപാടി ജോ ബൈഡൻ ഒക്കെ കാണിച്ച പരിപാടി അവർ ചിലപ്പോൾ ഉം. തുടരാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, നിങ്ങൾ പറഞ്ഞ പോലെ തലയ്ക്ക് വിലയിട്ട 10 ലക്ഷം മില്യൺ US ഡോളർ വിലയിട്ട ആ ഒരു സിറിയയിലെ ഒരു അൽ ജലാനി. ഭരണാധികാരിയുണ്ട്. ഈ ജലാനിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഈ തുർക്കിയിലൊക്കെ തുർക്കിയുടെ ഇറാന്റെയും ഇറാഖിന്റെയും കുറെ ഭാഗങ്ങൾ ചേർത്ത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ട് കുർദിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. അത് ഉം. ഉം. വീണ്ടും റീജനറേറ്റ് അവിടെ ഒരു പുതിയൊരു എപ്പി സെന്റർ കൊണ്ടുവന്ന് അവരെ റാഡിക്കലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഇതുണ്ട്. ഉം. പലരും മനസ്സിലാക്കാത്ത, പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ അഫ്ഗാനുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ നല്ല ബന്ധം വെച്ചേക്കുന്നതെന്ന്. അതായത് അമേരിക്ക എന്തെങ്കിലും കാരണവശാല് ഈ പറയുന്ന കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും സിറിയ, നിലവിലെ സിറിയ ഉൾപ്പെടെയാണ്. അത് ശരിക്കും അവർ കുർദ് ലാൻഡിന്റെ ഭാഗമല്ല. പക്ഷെ അവരെ ട്രൈബൽസിനെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും അത് റാഡിക്കലൈസ് ചെയ്ത് അവിടെ ഒരു ഐസിസിന്റെ ഒരു പുതിയ ഇത് കൊണ്ടുവരാനാണെങ്കിൽ അത് നമുക്കും ഈ പറയുന്ന ഈ കുർദ് മേഖലകൾക്ക് ഇടയ്ക്ക് നിൽക്കുന്ന രണ്ട് രാജ്യമാണ് അഫ്ഗാനിസ്ഥാനും അതേപോലെ തന്നെ ഉം. ഇറാനും. അപ്പൊ ആ ബഫർ സോൺ നമുക്ക്, അതായത് ചൈനയായിട്ടുണ്ടായിരുന്ന ടിബറ്റ് എന്ന് പറഞ്ഞ ബഫർ സോൺ നഷ്ടപ്പെട്ടു പോയതുപോലെ ഇറാനും അഫ്ഗാനിസ്ഥാനും നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അഫ്ഗാനികളെ തന്നെ നോക്കൂ, പലരും ഇവിടെയുള്ള ഈ മതം തലക്കേറി ഒന്ന് ആൾക്കാർ പറയുന്ന പോലെ ഒന്നല്ലേ താലിബാനെ ശരിക്കും പണ്ടേ പണക്കെട്ട കാര്യമൊന്നും നമുക്കില്ല. പക്ഷെ അങ്ങനെ അവരുടെ ടെറിട്ടറി ഉണ്ട്, അതായത് ജിയോഗ്രഫിക്കൽ ഏരിയ നിൽക്കുന്ന അവരുടെ എത്നിക് ഗ്രൂപ്പിന് പുറത്ത് താലിബാൻ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഏരിയ അവർ ക്ലെയിം ഓക്കെ. ചെയ്തിട്ടില്ല ഇന്ന് വരെ. അവരുടെ ടെറിട്ടോറിയൽ അംബിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മേഖല മാത്രം പിടിച്ച് കൈവെക്കുക, അല്ലാതെ അപ്പുറത്തോട്ട് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്ത്യ ഒരു ഗ്ലോബൽ പവറാണ്. ഉം. നമ്മൾക്ക് എതിരെ പോയിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളഞ്ഞ് അടിച്ചു കളഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇത് പെട്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വീരവാദം പറയുന്ന പോലെയൊക്കെ തോന്നും. അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കട്ടെന്നേ. ഇത് ഇത്ര ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്തിട്ടില്ലേ? ഇവർ എന്തുകൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ട്രംപ് മാറ്റി മാറ്റി പറയുന്നു? നമുക്കിപ്പോ അതിനുള്ള പവർ ഉണ്ട്. ഏഹ് അത് നമ്മൾ ഇന്ത്യക്കാർക്കാണ് നമ്മളെ കുറിച്ച് ഒരു വിശ്വാസക്കുറവ്. ലോകം മൊത്തമുള്ള ഡിഫൻസ് എക്സ്പേർട്ടുകൾ എല്ലാവരും അവരുടെ വേറെ രാജ്യങ്ങൾ നമ്മളെ കുറിച്ച് എന്താ പറയുന്നത് നോക്കൂ. ഏഹ് പുതിയ ഇന്ത്യനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കൂ. നിങ്ങളുടെ പാസ്പോർട്ടിന് വേറൊരു രാജ്യത്ത് നോക്കൂ എന്ത് വില കിട്ടുന്നുണ്ടെന്ന് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കറൻസിക്ക് എന്ത് വില കിട്ടുന്നുണ്ടെന്ന് നോക്കൂ. ഏഹ്
ഇതൊന്നും ഇല്ലാതെ വെറുതെ എന്തൊക്കെയോ പൊട്ടത്തരെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവരെ കളിയാക്കുക. അല്ലെങ്കിൽ ഇതിലും വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ട്. അവർക്ക് ഗെറ്റ് വെൽ സൂൺ എന്നല്ലാതെ അവരോടൊന്നും പറയാനില്ല. അവരുടെ അവസ്ഥ നമുക്ക് ഓക്കെ, സത്യം പറയാൻ സഹതാപം. താങ്ക് യു സർ.